പാർട്ട് 1 ബാക്കിയാണ്. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ നല്ല വ്യാപാരമൊക്കെ അടിച്ച് നിൽക്കുന്ന സമയത്ത് ട്രംപെണ്ണം വിളിച്ചിട്ട് ആ മക്കളെ എനിക്ക് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം അർഹനാണെന്ന് നീ ഒന്ന് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. അസീം മുനീർ നോക്കിയപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് നന്ദി, ആയിക്കോട്ടെ, ട്രംപെണ്ണനാണ് അതിനുള്ള യോഗ്യൻ എന്ന് പറഞ്ഞു. അപ്പം ട്രംപ് എന്താ വിചാരിച്ചു, അതൊന്നുകൂടെ ഒന്ന് പൊലിപ്പിക്കണം. മോഡിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരുടെ എൻ്റെ അപ്പുറം ഞാൻ നടുക്ക് ഒരു ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യണം, നിങ്ങൾ രണ്ടുപേരുടെ പറയണം ട്രംപെണ്ണൻ സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം. അപ്പോൾ മോഡി പറഞ്ഞ് പോടാ, ബാക്കി നിങ്ങൾ ഊഹിച്ചോണം. അത് കുറെ കുത്തുകളൊക്കെ. അത് അങ്ങനെ മോഡിയുടെ വായിരിക്കുന്നതെല്ലാം ട്രംപെണ്ണൻ കേട്ട് കിളി പോയിരിക്കുന്ന സമയത്ത് ട്രംപെണ്ണൻ എന്നാലും നോബൽ സമ്മാനം കിട്ടണം. അതിനുള്ള ആൾക്കാർ ശുപാർശ ചെയ്തുകൊണ്ടിരിക്കണം വേറെ ലോക നേതാക്കൾ. ആ സമയത്ത് ട്രംപെണ്ണൻ ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധം കൊടുമ്പിൽ കൊണ്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് ട്രംപെണ്ണൻ സീസ് ഫയർ യുദ്ധം സ്റ്റോപ്പ്. എന്നിട്ട് നെതന്യാഹുവിൻ്റെ അടുത്ത് വിളിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നിട്ട് പറയാൻ നീ അത് പറയാൻ എനിക്ക് സമാധാനത്തിനുള്ള അപ്പോൾ ഉണ്ട് നെതന്യാഹു, ഞാൻ അറിഞ്ഞത് തള്ളക്കൂലി ഒഴിച്ച് ബാക്കിയെല്ലാം നടന്നെന്നാണ്. എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞില്ല, അത് പോട്ടെ.